വിശുദ്ധ ഖുർആനെ എങ്ങനെയാണ് മലയാളത്തിന്റെ അമുസ്ലിമീങ്ങളായ കവികൾ എങ്ങനെ പാടി പുകഴ്ത്തി എന്നുള്ളത് ഒന്നാമതായി ഞാൻ പറയട്ടെ, അത് നിങ്ങൾ പാഠഭാഗമാക്കുക തന്നെ വേണം. മഹാനായ കവി വള്ളത്തോൾ അദ്ദേഹം വിശുദ്ധ ഖുർആന്റെ പാഠഭാഗം പല ആവർത്തി വായിച്ചു. എന്നിട്ട് അദ്ദേഹം പാടി, ഹായ് കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു നടന്നതൊടുക്കം കുറുമ്പുമാറാത്ത ഖുറൈശി വര്യർ കോതിക്കൊടുത്തേൻ പലവട്ടവും താൻ. നിങ്ങൾ കൂപ്പും മരമല്ല കല്ലല്ലാഹു സർവാധിപശക്തനേകൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മന്ത്രോച്ചാരണം ഖുർആനിൽ നിന്നും അദ്ദേഹം പഠിച്ചു. ഖുറൈശികൾക്കിടയിൽ പ്രവാചകന്റെ ആഗമനത്തെക്കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ആഗമനത്തെക്കുറിച്ച് മഹാനായ കവി സവിസ്തരം ആ ചരിത്രം പഠിക്കുകയുണ്ടായി. അതുമാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയ പള്ളിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വിശ്വാസത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുന്നതിനു വേണ്ടി ശത്രുപക്ഷത്തുള്ളവർ ചത്ത ഒട്ടകത്തിന്റെ ചീഞ്ഞ കുടൽമാല ആ പ്രവാചകന്റെ കഴുത്തിൽ അണിയിക്കുകയുണ്ടായി. അതും മഹാനായ കവി, മലയാളത്തിന്റെ കവി വളരെ വ്യക്തമായി അദ്ദേഹം പാടുന്നു ജാതകം തിരുത്തി എന്ന തന്റെ കവിതാ സമാഹാരത്തിൽ. അന്നീ നരസ്നേഹി നമസ്കരിച്ചിരുന്ന പാതിൽ തിരുവാർ കഴുത്തിൽ ചത്തൊട്ടകത്തിൻ കുടൽമാല ചാർത്തി സഹിച്ചേ നബി ദൂതർ നമുക്ക് ഭാഗ്യം. അന്നീ നരസ്നേഹി നമസ്കരിച്ചിരുന്ന പാതിൽ തിരുവാർ കഴുത്തിൽ ചത്തൊട്ടകത്തിൻ കുടൽമാല ചാർത്തി സഹിച്ചേ നബി ദൂതർ നമുക്ക് ഭാഗ്യം. ഇതും മലയാളത്തിന്റെ കവി തന്നെയാണ് നമ്മെ പാടി പഠിപ്പിച്ചു തന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അമൃതവാണി എന്ന് പറയുന്ന വലിയ ഒരു പുസ്തകം മലയാള സിനിമ ചലച്ചിത്ര രംഗത്ത് ഒട്ടേറെ ഗാനങ്ങൾ രചിച്ച ശ്രീ KG രാഘവൻ നായർ എന്ന പ്രസിദ്ധനായ കവി, മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി, അദ്ദേഹം വിശുദ്ധ ഖുർആന്റെ 30 ജുസുകളും അദ്ദേഹം പല ആവർത്തി വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ പ്രിയപ്പെട്ട കവി തന്നെ അദ്ദേഹത്തിന്റെ അമൃതവാണി എന്ന പുസ്തകത്തിൽ അദ്ദേഹം അൽ ബഖറ എന്ന സൂറത്ത് തുടങ്ങുന്നത് തന്നെ മലയാളത്തിൽ അദ്ദേഹം തുടങ്ങുന്നത് തന്നെ ഒരു വിഖ്യാതമായ മലയാള കവിത അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതിന്റെ തനി ആവർത്തനം നടത്തപ്പെടുന്നത്. വിശുദ്ധ ഖുർആന്റെ തഫ്സീർ അത് മലയാളത്തിൽ പദ്യമായി രചിക്കപ്പെട്ടതാണ് ശ്രീ KG രാഘവൻ നായർ. അതുപോലെ തന്നെ നമ്മുടെ ഈ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ഗവേഷണം നടത്തിയത് വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ ലോകത്തെ പ്രഗത്ഭരായ 35 ആളുകളെ കുറിച്ച് അമേരിക്കയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഒരു പഠനം നടത്തുകയുണ്ടായി. ആ പഠനത്തിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ 45 ആളുകളെ കുറിച്ച് അതിൽ വളരെ വ്യക്തമായ അതിന്റെ സ്റ്റഡി റിപ്പോർട്ട് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് US പുറത്തുവിട്ടു. അതിൽ പറയുന്നത്, the current study was conducted to investigate the effects of memorizing Quran. അതായത് ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന്റെ ഏറ്റവും വലിയ ശക്തി എന്താണ് എന്നും ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിലൂടെ ഈ കുട്ടികൾക്ക് എന്തെല്ലാം കൈവരിക്കാൻ കഴിയുമെന്നും ആയിരുന്നു യൂണിവേഴ്സിറ്റി തലത്തിൽ ഡോക്ടറേറ്റ് ബിരുദം നേടുന്നതിനു വേണ്ടി ഗവേഷണ വിദ്യാർത്ഥികളായ ആളുകൾ പഠന വിധേയമാക്കിയത്. അതിൽ 45 എന്റെ മുന്നിലിരിക്കുന്ന ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളീങ്ങളായ 45ഓളം ആളുകളിൽ അവർ പഠനം നടത്തി. അവരുടെ ശാരീരിക ക്ഷമത, മുമ്പുള്ള ശാരീരിക ക്ഷമതയും
ഖുർആൻ മനഃപ്പാടമാക്കിയതിനു ശേഷമുള്ള ശാരീരിക ക്ഷമതയും തമ്മിൽ കമ്പയർ ചെയ്തു. അവരുടെ ഹാർട്ട് ബീറ്റ്, തുടക്കത്തിൽ അവർ പ്രസവിച്ചിരുന്ന ആ ഹോസ്പിറ്റലുകളിൽ ഡോക്ടറുടെ മെഡിക്കൽ റിപ്പോർട്ടുകൾ അവർ തുലനം ചെയ്തു. ആ മെഡിക്കൽ റിപ്പോർട്ടുകളും അവർ ഹാഫിളീങ്ങളായതിനു ശേഷമുള്ള അവരുടെ ശരീരത്തിന്റെ ഘടനയും അവരുടെ ഹാർട്ട് ബീറ്റും തമ്മിൽ പഠനത്തിന് വിധേയമാക്കി. അതിശയിപ്പിക്കുന്ന ഒരു പഠന റിപ്പോർട്ടാണ് അമേരിക്കയിലെ നാഷണൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയത്. ലോകത്തിൽ ഒരു മനുഷ്യനും സാധിക്കാത്ത തരത്തിൽ മനുഷ്യഹൃദയം ഏത് വിഷയത്തോടും പ്രതികരിക്കാൻ കെൽപ്പുള്ളതാക്കി മാറ്റുന്ന ഒരു സംവിധാനം ഹാഫിളീങ്ങളായ ഈ കുട്ടികളുടെ മനസ്സിലുണ്ട് എന്ന് ഈ സർവകലാശാല കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അടുത്ത പഠന ഗവേഷണ റിപ്പോർട്ട് നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ റിസൾട്ട് എന്താണ് എന്ന് അവർ പറയുന്നു. The result revealed a significant difference in academic achievement of ഹാഫിദ്. ഹുഫാദ് എന്നാണ് പറയുന്നത്. അതായത് ഒരാളെ ഹാഫിദ് എന്ന് പറയും, ഒട്ടേറെ ആളുകൾ ഉണ്ടെങ്കിൽ അവരെ ഹുഫാദ് എന്ന് പറയും. ഈ സ്റ്റഡി റിപ്പോർട്ടിൽ അതേപോലെ തന്നെ പറയുന്നു, the result revealed a significant difference in academic achievement. ഈ കുട്ടികൾ ഭൗതികപരമായിട്ടുള്ള അധ്യാപനത്തിൽ പോകട്ടെ, അല്ലെങ്കിൽ ആത്മീയ വിദ്യാഭ്യാസം കരഗതമാക്കുന്ന ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക് പോകട്ടെ, ഇവരും സാധാരണ വിദ്യാർത്ഥികളും തമ്മിൽ പഠന നിലവാരത്തിൽ ഏറ്റവും ഉന്നതിയിലേക്ക് പോകാൻ ചാൻസ് ഉള്ളത് ഇവരുടെ ബ്രെയിന്റെ മെമ്മറി ഇവരിൽ നിന്നും 50% സാധാരണ വിദ്യാർത്ഥികളിൽ നിന്നും തുലനശേഷി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ 50% വർധനവ് ഇവർക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പഠന റിപ്പോർട്ടിൽ പറയുന്നത്. The content analyze slowed overall positive impact on education. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ഇല്ലാതെ വരുന്ന ഏറ്റവും വലിയൊരു പോരായ്മയാണ് പഠനത്തിൽ നിലവാരം പുലർത്താതിരിക്കുക എന്നുള്ളത്. പക്ഷെ ഖുർആൻ മനഃപ്പാഠമാക്കിയ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ പഠന നിലവാരത്തിൽ ഉന്നതിയിലേക്ക് പോകാൻ അവരുടെ ഹൃദയത്തോടൊപ്പം അവരുടെ തലച്ചോറിനും പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പഠന റിപ്പോർട്ട് സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് ഈ സ്റ്റഡി റിപ്പോർട്ടുകൾ അവർ സമർപ്പിക്കുന്നത്, കൺക്ലൂഡ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഇൻ കൺക്ലൂഷൻ, ഹാഫിദ് പ്രൊഡ്യൂസസ് ഓവറോൾ പോസിറ്റീവ് ഇഫക്ട്സ്. സമൂഹത്തിന്റെ അതായത് സാമൂഹ്യ മേഖലയിൽ, കൾച്ചറൽ രംഗത്ത്, സാഹിത്യ രംഗത്ത്, അതുപോലെ സയന്റിഫിക്കൽ രംഗത്ത് ഇവർക്ക് മെച്ചപ്പെട്ട നിലവാരം ഉണ്ടാക്കിയെടുക്കുവാൻ, സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുമെന്നാണ് നാഷണൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധമായ ഒരു പഠന റിപ്പോർട്ടിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് നിസ്സാരമായി കാണുന്ന ആളുകൾക്ക് മുന്നിൽ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ ഇവരെ പഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ, മുഖമൂടി മുക്കിൽ ഈ സൗധത്തിൽ ഇത്രയേറെ സൗകര്യത്തോടു കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഈ തുച്ഛമായ ദിനങ്ങൾ കൊണ്ട് 13ഓളം ഹാഫിളീങ്ങളെ വാർത്തെടുത്ത ഈ കോളേജിന്റെ പ്രവർത്തനങ്ങൾ എത്രമാത്രം ശ്ലാഘനീയമാണ്, സമൂഹത്തിന് എത്രമാത്രം ഗുണകരമാണ്, വരുന്ന തലമുറയ്ക്ക് എത്രയെത്ര ഉപയുക്തമാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് എനിക്ക് ഈ എളിയ വാക്കുകളിൽ ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത്.